ഹലോ ഫ്രണ്ട്സ്, ഫ്രീ ക്രിയേഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ കാണുന്ന പിക്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്ന ഇമേജസ് എല്ലാമാണ് നമ്മൾ ഈ ക്രിയേഷനിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഓരോ ഇമേജ് മാസ്ക് ചെയ്ത് ആവശ്യമില്ലാത്ത ഭാഗം റിമൂവ് ചെയ്യാം. ആദ്യം ഈ ഇമേജ് എടുക്കാം. ക്വിക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് ആവശ്യമില്ലാത്ത ഭാഗം മാസ്ക് ചെയ്ത് റിമൂവ് ചെയ്യാം. സെലക്ട് ചെയ്ത ഭാഗം റിമൂവ് ചെയ്ത ശേഷം മാസ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ന്യൂ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ശേഷം എഡ്ജ് റിഫൈൻ ടൂൾ യൂസ് ചെയ്ത് ഈ സൈഡിൽ റിമൂവ് ചെയ്യാൻ ബാക്കിയുള്ള ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാം. എഡ്ജ് റിഫൈൻ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇമേജിനെ മാസ്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ബാക്കിയുള്ള ഇമേജസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് പ്ലേസ് ചെയ്യേണ്ട ഭാഗത്ത് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഇമേജിൻ്റെ വാട്ടർ പോർഷൻ മാത്രം മാസ്ക് ചെയ്തെടുക്കാം. ഈ ലെയറിനെ നമുക്ക് ആദ്യം മാസ്ക് ചെയ്ത ഇമേജ് ലെയറിന് താഴ്ഭാഗത്ത് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ലാൻഡിൻ്റെ റിഫ്ലക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. Ctrl J ക്ലിക്ക് ചെയ്ത് ഇമേജിൻ്റെ ലെയർ കോപ്പി ചെയ്യാം. ശേഷം റൈറ്റ് ക്ലിക്ക് ഫ്ലിപ്പ് വെർട്ടിക്കൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണ്ട പൊസിഷനിലൊക്കെ വെച്ച് ഒപ്പാസിറ്റി ഒക്കെ കുറയ്ക്കാം. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കൈ പ്ലേസ് ചെയ്യാം. സ്കൈ ലെയർ പാനലിൻ്റെ ഏറ്റവും ബോട്ടം ഭാഗത്തായി പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലോട്ടിംഗ് ഐലൻഡ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഈ ഐലൻഡ് നമുക്ക് മാസ്ക് ചെയ്യാം. മാസ്ക് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ഫ്ലിപ്പ് വെർട്ടിക്കൽ. ഇനി ബാക്കിയുള്ള ഭാഗവും നമുക്ക് മാസ്ക് ചെയ്ത് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഐലൻഡ് മാസ്ക് ചെയ്യാം. ക്വിക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്താണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗം കൂടി റിമൂവ് ചെയ്യാം. ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മാസ്ക് ചെയ്യാൻ മാസ്ക് ഡബിൾ ക്ലിക്ക് മുമ്പ് ചെയ്ത പോലെ തന്നെ എഡ്ജ് റിഫൈൻ ടൂൾ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഐലൻഡ് പ്ലേസ് ചെയ്യേണ്ടടുത്ത് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഈ മൂൺ പ്ലേസ് ചെയ്യാം. ഇത് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു PNG ഇമേജ് ആണ്, അതുകൊണ്ട് മാസ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മൂൺ നമുക്ക് ഇവിടെയായിട്ട് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബോട്ട് മാസ്ക് ചെയ്യാം. ഇവിടെ പെൻ ടൂൾ യൂസ് ചെയ്ത് സെലക്ട് ചെയ്യാം.
ഇനി നമുക്ക് ഈ ബോട്ടിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഇമേജ് മാസ്ക് ചെയ്യാം. ഇവിടെ പെൻ ടൂളാണ് സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഈ ഇമേജ് നമുക്ക് ബോട്ടിൻ്റെ ആ ഭാഗത്ത് പ്ലേസ് ചെയ്യാം. അടുത്തത് ഈ ഇമേജ് ക്വിക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് മാസ്ക് ചെയ്യാം. ഈ ഇമേജിൻ്റെ അടിഭാഗം കുറച്ച് ഇറഗുലറായി മാസ്ക് ചെയ്യാം. ഇനി മുമ്പ് നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്സ് യൂസ് ചെയ്ത് എഡ്ജ് റിഫൈൻ ടൂൾ ഉപയോഗിച്ച് ഈ കാർഡുള്ള ഭാഗം പെർഫെക്റ്റായി മാസ്ക് ചെയ്യാം. ഇനി ഈ ഇമേജ് നമുക്ക് പ്ലേസ് ചെയ്യാം. ഇനി ഈ പന്തം നമുക്ക് പ്ലേസ് ചെയ്യാം. ഇതൊരു PNG ഇമേജാണ്. ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ മനുഷ്യൻ്റെ കയ്യിൽ കൊണ്ടുവയ്ക്കാം. ഇനി നമുക്ക് ഇമേജിനെ എല്ലാം നൈറ്റ് എഫക്റ്റ് കൊടുക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ്സ് എടുക്കുക, ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ സെലക്ട് ചെയ്യുക, കളറൈസ് എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്തിടുക. ശേഷം അഡ്ജസ്റ്റ്മെൻറ്റിലെ ഇമേജിനോട് ക്ലിപ്പ് ചെയ്യുക. ഇനി ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു നൈറ്റ് എഫക്റ്റ് കൊടുക്കാം. ഇനി ആൾട്ടിൽ ഹോൾഡ് ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഓരോ ലെയറിന് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ആയി ഓരോ ഇമേജിന് മുകളിൽ പ്ലേസ് ആകുന്നത്. ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഓരോ ഇമേജിനോടും ക്ലിപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഫ്ലോട്ടിംഗ് ഐലൻഡിന് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് എക്സ്പ്ലോഷർ എടുത്ത് ക്ലിപ്പ് ചെയ്യുക. ശേഷം എക്സ്പ്ലോഷർ കുറയ്ക്കാം. ഇനി സ്കൈയുടെ എക്സ്പ്ലോഷർ കുറയ്ക്കാം. മൂണിന് നമുക്ക് ഗ്ലോ കൊടുക്കാം. അതിന് സോളിഡ് കളർ സെലക്ട് ചെയ്യുക. സോളിഡ് കളറിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷൻ ലീനിയർ ഡോഡ്ജ് കൊടുക്കാം. മാസ്കിൽ ക്ലിക്ക് ചെയ്ത് Ctrl I ക്ലിക്ക് ചെയ്യുക. ഇനി ബ്രഷ് സെലക്ട് ചെയ്യുക. ഒപ്പോസിറ്റി കുറയ്ക്കാം. ഇനി ഇങ്ങനെ ഗ്ലോ ചെയ്യുക. ഇനി നമുക്ക് ഈ മനുഷ്യനെ ബോട്ടിനുള്ളിലാക്കാം. ആദ്യം സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. കാലിൻ്റെ ഈ ഭാഗം മാസ്ക് ചെയ്യാം. ഇപ്പോൾ ഏറെക്കുറെ സെറ്റായി. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ സെലക്ട് ചെയ്യുക. മുമ്പ് ചെയ്ത പോലെ തന്നെ നൈറ്റ് എഫക്റ്റ് കൊടുക്കാം. എക്സ്പ്ലോഷർ കുറച്ച് മാസ്കിൽ Ctrl I ക്ലിക്ക് ചെയ്ത് മാസ്ക് ഇൻവേർട്ട് ചെയ്യുക. ശേഷം ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കി ആ കാലിൻ്റെ ഭാഗത്ത് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഡ്രോ ചെയ്ത് ഷാഡോ കൊടുക്കാം. ബോട്ടിന് റിഫ്ലക്ഷൻ കൊടുക്കാം. അതിന് ഈ ഇമേജിന് മുമ്പ് ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. അതേ റിഫ്ലക്ഷൻ ഞാൻ ഇവിടെ യൂസ് ചെയ്യുവാണ്. അതിന് ബോട്ടിൻ്റെ ലെയർ മാസ്ക് സെലക്ട് ചെയ്യുക. ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കി ഡ്രോ ചെയ്യുക. ഇനി നമുക്ക് ഇത്രയും ലെയർ ഗ്രൂപ്പ് ചെയ്യാം. Ctrl J ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് മെർജ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഗ്രൂപ്പ് ഒറ്റ ലെയറായി മെർജ് ആയിരിക്കുന്നത് കാണാം. ഇനി ഇത് വെർട്ടിക്കലായിട്ട് ഫ്ലിപ്പ് ചെയ്യുക. ഒപ്പാസിറ്റി കുറയ്ക്കാം. ദെൻ ആവശ്യമില്ലാത്ത ഭാഗം എറേസ് ചെയ്യുക. ഇനി സ്മഡ്ജ് ടൂൾ യൂസ് ചെയ്ത് ആ റിഫ്ലക്ഷൻ കുറച്ച് സ്മഡ്ജ് ചെയ്ത് ഏറെക്കുറെ ഇംപെർഫെക്റ്റ് ആകാം. ഇനി നമുക്ക് ഈ മനുഷ്യനെ ഹൈലൈറ്റ് കൊടുക്കാം. കയ്യിലിരിക്കുന്ന ഈ പന്തത്തിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ കളറാണ് കൊടുക്കാൻ പോകുന്നത്. ആദ്യം സോളിഡ് കളർ സെലക്ട് ചെയ്യുക. ആ ലൈറ്റിന് സാമ്യമുള്ള കളർ സെലക്ട് ചെയ്യുക. ഇതിനി ആ ഇമേജിനോട് ക്ലിപ്പ് ചെയ്യുക. ദെൻ സോളിഡ് കളറിൻ്റെ റൈറ്റ് സൈഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലെൻഡിങ് ഓപ്ഷൻ വരും. അതിൽ ബ്ലെൻഡീവ് സെലക്ട് ചെയ്യുക. ദെൻ ഈ പോയിന്റിൻ്റെ സെൻറ്ററിൽ ആൾട്ട് ഹോൾഡ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയിന്റ് ബ്രേക്ക് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡിലുള്ള പോയിന്റ് ഡ്രാഗ് ചെയ്ത് റൈറ്റിലോട്ട് പ്ലേസ് ചെയ്യുക. ഇനി ഹൈലൈറ്റ് കൊടുക്കേണ്ട ഭാഗത്ത് ഹൈലൈറ്റ് ഡ്രോ ചെയ്യുക.
ഇനി മൂൺലൈറ്റിൻ്റെ ഹൈലൈറ്റ് കൊടുക്കാം. ഇപ്പോൾ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെ യൂസ് ചെയ്ത് ഹൈലൈറ്റ് കൊടുക്കാം. ഇനി സോളിഡ് കളർ സെലക്ട് ചെയ്യുക. മൂൺലൈറ്റിൻ്റെ കളർ സെലക്ട് ചെയ്യുക. മാസ്കിൽ ക്ലിക്ക് ചെയ്ത് Ctrl+I കൊടുത്ത് മാസ്ക് ഇൻവേർട്ട് ആക്കുക. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. ഒപ്പാസിറ്റി കുറയ്ക്കാം. ശേഷം ഫ്ലോട്ടിംഗ് ഐലൻഡിൻ്റെ ലെയറിന് മുമ്പായി ഇങ്ങനെ ഡ്രോ ചെയ്യുക. ഇങ്ങനെ ഡ്രോ ചെയ്യുമ്പം ലൈറ്റ് സ്കാറ്ററായി കിടക്കുന്ന എഫക്റ്റ് കിട്ടുന്നതാണ്. ഇത് രണ്ട് ഇമേജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണിക്കാൻ ഇത് സഹായിക്കും. ഇനി ഇതുപോലെ ഒരു റോപ്പ് നമുക്ക് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് വരയ്ക്കാം. ദെൻ ഷാഡോസ് കൊടുക്കാം. ഇനി ഫ്ലോട്ടിംഗ് ഐലൻഡും മൂണും സ്കൈയും ഉള്ള ലെയേഴ്സ് എല്ലാം ഒരു ഗ്രൂപ്പ് ആക്കാം. ശേഷം Ctrl+J ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ശേഷം അത് മെർജ് ചെയ്യാം. ദെൻ ആ ലെയർ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, ഫ്ലിപ്പ് വെർട്ടിക്കൽ. ഇനി ഈ ലെയർ ഈ വാട്ടർ ബോഡി ഇമേജ് ലെയറിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത് ക്ലിപ്പ് ചെയ്യാം. ശേഷം സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. മാസ്ക് ചെയ്യുക. ബ്ലെൻഡ് സ്ക്രീൻ കൊടുക്കുക. ശേഷം ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആക്കി ആവശ്യമില്ലാത്ത ഭാഗം മാസ്ക് ചെയ്ത് റിമൂവ് ചെയ്യാം. ശേഷം ഫിൽറ്റർ, ബ്ലർ, മോഷൻ ബ്ലർ, ആംഗിൾ 0 കൊടുക്കാം. ഡിസ്റ്റൻസ് 20 കൊടുക്കാം. ദെൻ ഓക്കെ. ഇനി ഈ റോക്ക് പാർട്ടിക്കിൾസ് പ്ലേസ് ചെയ്യാം. സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഫ്ലോട്ടിംഗ് ഐലൻഡിൻ്റെ താഴെ പ്ലേസ് ചെയ്യുക. ശേഷം ഫിൽറ്റർ, ബ്ലർ, മോഷൻ ബ്ലർ, ആംഗിൾ 90 ഡിഗ്രി കൊടുക്കാം. ഡിസ്റ്റൻസ് 9 കൊടുക്കാം. ദെൻ ഓക്കെ. ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഇതുപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.